എല്ലാവർക്കും നമസ്കാരം. മുളക് ചമ്മന്തി മലയാളികൾ എല്ലാവരും തയ്യാറാക്കുന്നതാണ്. ചെറിയുള്ളിയാണ് കൂടുതലായിട്ട് മുളക് ചമ്മന്തി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഞാനിവിടെ സവാള ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ്. ചോറ്, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ സവാളയാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. 3 മീഡിയം സൈസിലുള്ള സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഈ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുക്കാം. ഒരുപാട് കൂടണ്ട, ഈ ഒരു അളവ് മാത്രം മതിയാവും. 2 വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളിയുടെ അളവും ഒരുപാട് കൂടണ്ട. 10 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു 4 സാധാരണ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുന്നത് കൊണ്ടാണ് കശ്മീരി ചില്ലി എടുത്തത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കശ്മീരി ചില്ലി ഇല്ലാത്തവരാണെങ്കിൽ മുളക് പൊടി എടുത്താൽ മതി, കശ്മീരി മുളക് പൊടി എടുത്താൽ മതി. വറ്റൽമുളകാണ് അല്ലാതെ എടുത്തിട്ടുള്ളത്. 2 തണ്ട് കറിവേപ്പില കൂടി എടുത്ത് വയ്ക്കാം. ഒരു പാൻ ചൂടാക്കാം. നന്നായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും 10 കശ്മീരി മുളകും അതുപോലെ ഒരു 4 സാധാരണ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് മാത്രമാണെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതി, നല്ല എരിവായി പോവും. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ ഒരു പാകത്തിനുള്ള എരിവായിരിക്കും. വഴറ്റുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് ചമ്മന്തി തയ്യാറാക്കേണ്ടത്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് മിക്സർ ജാറിലൊന്ന് അടിച്ചെടുക്കുക. കാരണം നിങ്ങൾ ചമ്മന്തി തയ്യാറാക്കുന്നത് പോലെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അരകല്ലുള്ളവരാണെങ്കിൽ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. ഒരു പാത്രത്തിലേക്ക് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ കൂടി പച്ചവെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടിയെടുത്താൽ ഈ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം അപ്പോൾ തന്നെ അതേപടി എടുത്ത് സെർവ് ചെയ്യുന്നതിന് പകരം ഏത് ചമ്മന്തി ആണെങ്കിലും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും, ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്, നല്ലൊരു ചമ്മന്തിയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റിട്ടൺ റെസിപ്പി നമ്മുടെ സൈറ്റായിട്ടുള്ള shahnazrecipes.com അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.